യുദ്ധത്തിന് മുൻനിരയിൽ നിൽക്കുന്നത് ഇറാൻ ആയാലും ശരി, പാകിസ്ഥാൻ ആയാലും ശരി. ഈ യുദ്ധം നടക്കാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരു രാജ്യം ചൈനയാണ്. ചൈനയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാന്റെ ദേഷ്യം ചൈനയോടുണ്ട്. ഇതുമാത്രമല്ല, ഇപ്പോൾ പാകിസ്ഥാനോട് അമേരിക്കയ്ക്കൊരു സഹതാപവുമുണ്ട്. എന്തുകൊണ്ട് പാകിസ്ഥാന് ചൈനയോട് ഇപ്പോൾ ഈ ഒരു ദേഷ്യം വരണം? മാത്രമല്ല, അമേരിക്കയ്ക്ക് ഇത്രയും നാളില്ലാത്ത ഈ ഒരു സഹതാപം ഇപ്പോൾ പാകിസ്ഥാനോട് എന്തിനു വരണം? ഇതെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ അറിയാൻ പോകുന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വോയിസ് ഓഫ് വിക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാകിസ്ഥാനോട് ചൈന വളരെയധികം സ്നേഹം കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് ആയാലും ശരി, പാകിസ്ഥാൻ ചൈന എക്കണോമിക് കൊറിഡോർ ആയാലും ശരി, ഇതിനെല്ലാം പ്രധാന കാരണം ഇന്ത്യയോടുള്ള വെറുപ്പ്. എങ്ങനെയെങ്കിലും ഇന്ത്യയെ തകർക്കാൻ വേണ്ടി പാകിസ്ഥാൻ വഴി ഒരു മാർഗമുണ്ടാക്കാൻ പാകിസ്ഥാനെ അടിമയാക്കി, പാകിസ്ഥാന് ആവശ്യമില്ലാത്ത കടമൊക്കെയും കൊടുത്ത്, അവരുടെ രാജ്യത്ത് തന്നെ എനർജി ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ചെയ്ത് അത് 1-2 ദിവസം മാത്രം പ്രവർത്തിച്ച ചരിത്രം പാകിസ്ഥാൻ മറന്നിട്ടുണ്ടാവില്ല. ഒരു ഘട്ടത്തിനപ്പുറം ചൈന പറയുന്നു പാകിസ്ഥാനെ ഇനി സഹായിക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ ചൈനയിൽ നിന്നും പാകിസ്ഥാന് പോയ ഒരു മെസ്സേജ് എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അഫ്ഗാനിസ്ഥാനുമായി ചേർന്ന്, പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായി ചേർന്ന് ചൈനയെ സഹായിക്കണം, ഇന്ത്യയെ എതിർക്കാനുള്ള നിലപാടെടുക്കണമെന്നും പറഞ്ഞ് ഒരു മെസ്സേജ് പോകുന്നു. എന്നാൽ പാകിസ്ഥാന്റെ എല്ലാ ശ്രമങ്ങളും തോൽവിയിൽ കലാശിച്ചു. എന്നാൽ വീണ്ടും പാകിസ്ഥാൻ ചൈനയെ വിശ്വസിച്ചുകൊണ്ടിരുന്നു. ഇതിന്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇന്ത്യ അമേരിക്ക ബന്ധം നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട്. അങ്ങനെ വേറെ ഒരു മാർഗവുമില്ലാതെ പാകിസ്ഥാൻ വീണ്ടും ചൈനയെ വിശ്വസിക്കാൻ ആരംഭിച്ചു. ഇപ്പോഴും പാകിസ്ഥാന്റെ റഡാർ സിസ്റ്റം ആയിക്കോട്ടെ, അവരുടെ നിരവധി മിലിറ്ററി ബേസസ് ആയിക്കോട്ടെ, ഇതെല്ലാത്തിലും കുറച്ച് സഹായം ചൈനയുടേതാണ്. ഇപ്പോൾ ഇറാൻ പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. ഇത് പാകിസ്ഥാനിലുണ്ടായിരുന്ന ആ റഡാർ സിസ്റ്റം വഴിയല്ല അവരറിഞ്ഞത്. മറിച്ച് ഇറാനിലെ ന്യൂസ് മീഡിയാസ് പുറത്തുവിട്ട വാർത്തകൾ അനുസരിച്ചും ലോക്കൽ ചാനലിൽ വന്ന വാർത്തകൾ അനുസരിച്ചുമാണ് അവരുടെ അടുത്തഘട്ട നീക്കം പാകിസ്ഥാൻ ആരംഭിച്ചത്. സോ ഈ ഒരു ആക്രമണം, ഇറാൻ പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയ ആ ഒരു സമയത്ത് ദാവൂസിൽ നടന്ന ഒരു യോഗം നടന്ന കാര്യം കഴിഞ്ഞ അപ്ഡേറ്റുകളിൽ നമ്മൾ കണ്ടിരുന്നല്ലോ. ആ ഒരു യോഗത്തിൽ ഇറാന്റെ ഫോറിൻ മിനിസ്റ്ററും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ആക്ടിംഗ് പ്രൈം മിനിസ്റ്ററും പങ്കെടുത്തിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഇറാന് അറിയാമായിരുന്നു ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ കൃത്യമായി പ്ലാൻ ചെയ്ത് ടാർഗറ്റ് ചെയ്താണ് ഓരോ ആക്രമണവും നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ബ്ലൈൻഡായി ഒരു ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നില്ല. എവിടെയാണോ തീവ്രവാദ സംഘടനകളുടെ താവളങ്ങളുള്ളത് അവിടെ നോക്കിയാണ് ഇറാന്റെ ആക്രമണം ഉണ്ടായിരുന്നത്. പിന്നീട് പാകിസ്ഥാൻ ഒരു റിട്ടാലിയേഷൻ അറ്റാക്ക് ഇറാനെതിരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 9 പേർ മരണപ്പെട്ടിട്ടുണ്ട് എന്നൊരു വാർത്ത ഇറാൻ ഭരണകൂടം പുറത്തുവിട്ടു. 4 കുട്ടികൾ, 3 സ്ത്രീകൾ, 2 പുരുഷന്മാർ, ഇങ്ങനെ 9 പേരാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഈ 9 പേരും ഫോറിൻ സിറ്റിസൺസ് ആണെന്നും പറയുന്നുണ്ട്. ഞങ്ങളുടെ പരമാധികാരത്തെ പരീക്ഷിച്ച് നോക്കിയതുകൊണ്ട് തീർച്ചയായും ഇതിന്റെ തിരിച്ചടി ഉണ്ടാകുമെന്നും ഇറാനും അറിയിച്ചിട്ടുണ്ട്. ഇതുമാത്രമല്ല, ഇറാന്റെ ഈഗോയെ പാകിസ്ഥാൻ ഒന്ന് സ്പർശിച്ചു നോക്കിയിരിക്കുകയാണ്. 1988, 1989 കാലഘട്ടത്തിലാണ് ഇറാൻ ഇറാഖ് യുദ്ധം പീക്കിലായിരുന്നത്. ഇങ്ങനെ ഈ യുദ്ധം പീക്കിലായിരുന്ന സമയത്താണ് ഇറാഖ് എന്ന ആ ഒരു രാജ്യം ഇറാനിൽ വന്ന് ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് പാകിസ്ഥാൻ ഇറാനെതിരെ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, അമേരിക്കയുടെ മിസൈലുകളും അമേരിക്കയുടെ ഡ്രോണുകളും പാകിസ്ഥാൻ ഉപയോഗിച്ചിട്ടുണ്ടാകുമെന്ന് പറയുന്നത് കൊണ്ട് ഇറാന് നല്ല ദേഷ്യം വന്നിട്ടുണ്ട്. ഇറാൻ പാകിസ്ഥാൻ യുദ്ധം വന്നു കഴിഞ്ഞാൽ അത് മിഡിൽ ഈസ്റ്റിനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ ഈ യുദ്ധം വരണമെന്ന് ആഗ്രഹിച്ചാലും ഇറാൻ പാകിസ്ഥാൻ യുദ്ധം വരാൻ പാടില്ല എന്നാണ് മിഡിൽ ഈസ്റ്റ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇറാൻ പാകിസ്ഥാൻ യുദ്ധം വന്നു കഴിഞ്ഞാൽ ചൈനയുടെ ഈ പാകിസ്ഥാൻ ചൈന കൊറിഡോർ ഉണ്ടല്ലോ, എക്കണോമിക് കൊറിഡോർ, ആ ഒരു സ്വപ്നം നഷ്ടമാകും. ചൈനയുടെ ഈ പദ്ധതി നടക്കാതായാൽ വീണ്ടും പാകിസ്ഥാൻ വഴി അഫ്ഗാനിസ്ഥാനെയും ഉൾപ്പെടുത്തി പാകിസ്ഥാന്റെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് എന്ന സ്വപ്നവും ഇല്ലാതാകും. സോ ഇറാന്റെ ആക്രമണം താങ്ങാൻ പറ്റാതെ പാകിസ്ഥാന് മറ്റൊന്നും തന്നെ കുറച്ച് ദിവസത്തേക്ക് ചെയ്യാൻ പറ്റാതാകും. അങ്ങനെ വരുന്ന സമയത്ത് ചൈനയ്ക്ക് ഇന്ത്യയെ എതിർക്കണമെന്ന ആ ഒരു സ്വപ്നവും ഇല്ലാതാകും. അതുകൊണ്ട് തന്നെ ചൈന പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇറാനും പാകിസ്ഥാനും ഒരു സമാധാന ചർച്ചയിൽ ഏർപ്പെടണം, ഈ യുദ്ധം ഇനി കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല എന്നതാണ്. പക്ഷേ അമേരിക്കയുടെ ഫോറിൻ മിനിസ്റ്റർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇറാൻ ചെയ്തത് ശരിയായില്ല, ഇറാൻ പാകിസ്ഥാനിൽ ആക്രമണം നടത്തിയത് പാകിസ്ഥാന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്, അതുകൊണ്ട് തന്നെ ഇതിന്റെ തിരിച്ചടി തീർച്ചയായും ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നു. അഫ്ഗാനിസ്ഥാന്റെ ഫോമർ ആക്ടിംഗ് പ്രസിഡന്റ് അമ്രുള്ള സലെ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇറാന്റെ ഈ ആക്രമണത്തെ ഞാൻ വെൽക്കം ചെയ്യുന്നു. പാകിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ ഇറാൻ നടത്തിയ ഈ ഒരു ആക്രമണം വളരെ അനിവാര്യമായ കാര്യമാണെന്നും പറഞ്ഞ് അഫ്ഗാനിസ്ഥാൻ ലീഡർ ഇറാൻ ചെയ്ത ഈ ഒരു പ്രവൃത്തിയെ വെൽക്കം ചെയ്യുകയും
കൂടാതെ പാകിസ്ഥാന് ഒരു പ്രഷർ ബിൽഡ് ചെയ്യുകയും ചെയ്തു. പാകിസ്ഥാൻ ഏകദേശം 10 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ ഉള്ളിലേക്ക് ഇറാനിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തിയിരിക്കുന്നു. ഇതിന് പാകിസ്ഥാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇറാനിലെ തീവ്രവാദികൾ താമസിച്ചിരുന്ന ആ ഒരു സ്ഥലത്ത് മാത്രമേ ഞങ്ങൾ ആക്രമണം നടത്തിയിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവരുടെ അറ്റാക്ക് അത്ര പ്രിസൈസ് അല്ല. കാരണം 12 മിസൈലുകൾ വന്നിട്ടുണ്ട്. അതിൽ 7 എണ്ണത്തിന് വാർഹെഡ് ഇല്ല. 5 മിസൈൽ അതിന്റെ ടാർഗറ്റിൽ എത്തിയിട്ടുണ്ട്. കൂടാതെ നിരവധി ഡ്രോൺസ് വന്നു എന്നും പറയുന്നുണ്ട്. ഇറാൻ ആക്രമണം നടത്തിയത് 2 പോയിന്റ്സ് പോയിന്റ് ഔട്ട് ചെയ്ത് മാത്രമാണ്. എന്നാൽ പാകിസ്ഥാൻ ചെയ്തത് ഇറാനെതിരെ എന്തെങ്കിലും ചെയ്യണമെന്നും പറഞ്ഞ് ബ്ലൈൻഡായി അവരുടെ അറ്റാക്ക് നടത്തിയിരിക്കുന്നു. ഇനി അഥവാ ഇറാനാണ് ഇങ്ങനെ ഒരു ബ്ലൈൻഡ് അറ്റാക്ക് ചെയ്തത് എന്ന് കരുതിയാൽ പാകിസ്ഥാനിൽ ഇതിലേറെ നാശനഷ്ടം ഉണ്ടാക്കിയേനെ. പാകിസ്ഥാനെ വെച്ച് നോക്കുമ്പോൾ ഇറാൻ വലിയ രാജ്യം തന്നെയാണ്. ഇറാന്റെ പക്കലുള്ള അത്രയും മിസൈലുകൾ പാകിസ്ഥാനിൽ ഉണ്ടാവില്ല. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം അണുവായുധം. പാകിസ്ഥാനിൽ അണുവായുധമുണ്ട്. ഇനി പാകിസ്ഥാൻ അണുവായുധം ഇറാനെതിരെ വിക്ഷേപിച്ചാൽ എന്ത് ചെയ്യുമെന്ന ഒരു ചോദ്യമൊക്കെയും ഉയരുന്നുണ്ട്. എന്നാലും ഇറാൻ ഭയന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളെല്ലാം കൃത്യമായി പൊസിഷനിൽ തന്നെ നിർത്തിയിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. ദാവോസിലെ ആ മീറ്റിംഗിന് ശേഷം പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് പാകിസ്ഥാനിൽ എത്തുമെന്ന വിവരവും പുറത്തു വന്നു. പാകിസ്ഥാൻ ഇത് മാത്രമേ ചെയ്തുള്ളൂ എന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ല. ഇവർ നടത്തിയ ഈ ഒരു ആക്രമണത്തിന്, ഈ ഒരു ഓപ്പറേഷന് അവർ ഒരു പേരിട്ടു. ഓപ്പറേഷൻ മർഗ്ബാർ സർമച്ചാർ എന്നതാണ്. ഇതിൽ മർഗ്ബാർ എന്നത് ഇറാൻ 1979 മുതൽ ഉപയോഗിച്ച പേർഷ്യൻ ലാംഗ്വേജ് ആണ്. ഇതിന്റെ അർത്ഥം ഡെത്ത് ടു എന്നാണ്. അടുത്തത് സർമച്ചാർ. ഇതൊരു ബലോച്ചി വേർഡാണ്. ഇതിന്റെ മീനിങ് ഫൈറ്റർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെത്ത് ടു ഫൈറ്റർ, അതായത് ഇറാനെതിരെ പാകിസ്ഥാൻ ഡെത്ത് ടു ഫൈറ്റർ എന്ന അവരുടെ ഓപ്പറേഷൻ ചെയ്തു. ഇങ്ങനെ ഒരു അറിയിപ്പ് പാകിസ്ഥാന്റെ ന്യൂസ് മീഡിയാസ് പുറത്തുവിട്ടു. പാകിസ്ഥാനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയൊരു റിട്ടാലിയേഷൻ അറ്റാക്ക് അവർ ചെയ്തു കഴിഞ്ഞു. പിന്നീട് പാകിസ്ഥാൻ ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതോടെ അവസാനിപ്പിക്കാം, ഇതിന്റെ അടുത്ത എസ്കലേഷനിലോട്ട് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, സോ ഇതോടെ ആക്രമണം അവസാനിപ്പിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ഒരു സാഹചര്യം എസ്കലേറ്റ് ആയാൽ അത് വലിയൊരു യുദ്ധമായി മാറും. പിന്നീട് അത് വളരെ വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പക്ഷേ ഇതിന് ഇറാൻ വെറുതെ ഇരിക്കുമോ എന്നത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. ഇതിനിടയിൽ പാകിസ്ഥാന് മറ്റൊരു പ്രശ്നം വരുന്നുണ്ട്. ഇറാനും പാകിസ്ഥാനും തമ്മിൽ ഏകദേശം 959 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇറാനും പാകിസ്ഥാനും തമ്മിൽ ഒരു പൈപ്പ് ലൈൻ പ്രോജക്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. 2009 മുതൽ 25 വർഷത്തേക്ക് എനർജി സപ്ലൈ ചെയ്യാമെന്നതാണ് ആ ഒരു പ്രോജക്ട്. അങ്ങനെ സൈൻ ചെയ്ത് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇറാനെതിരെ നിരവധി സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയതുകൊണ്ട് ഇറാൻ വരെയുള്ള പൈപ്പ് ലൈൻ ഇറാൻ നിർമ്മിക്കണം. അതിനുശേഷം പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് പോകുന്ന പൈപ്പ് അത് പാകിസ്ഥാൻ തന്നെ നിർമ്മിക്കണം എന്നതായിരുന്നു. പക്ഷേ പാകിസ്ഥാന്റെ ഉള്ളിലേക്ക് പോകുന്നതിൽ 780 കിലോമീറ്റർ പാകിസ്ഥാൻ പെൻഡിങ്ങിലാണ് വെച്ചിട്ടുള്ളത്. അത് ഇതുവരെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടില്ല. 2009 ഇനീഷ്യേറ്റ് ചെയ്ത ഈ ഒരു പ്രോജക്ട് 2014 ആയപ്പോൾ ഇറാനെതിരെ നിരവധി സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയതുകൊണ്ട് രണ്ട് രാജ്യങ്ങളും കൂടി ഒരു തീരുമാനത്തിലെത്തുന്നു. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഈ പൈപ്പ് ലൈൻ കംപ്ലീറ്റ് ചെയ്യണം. സോ 2024 വരെ ഞങ്ങൾ ഒരു കേസിനോ വഴക്കിനോ ഒന്നിനും പോവില്ല. പക്ഷേ 2024 മാർച്ച് ഏപ്രിലിനുള്ളിൽ ഈ പൈപ്പ് ലൈൻ കംപ്ലീറ്റ് ആക്കണം എന്നതാണ്. അങ്ങനെ കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇറാനും ഈ ഒരു പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ 18 ബില്യൺ അമേരിക്കൻ ഡോളർ എമൗണ്ട് പാകിസ്ഥാൻ ഇറാന് കൊടുക്കേണ്ടി വരും, പലിശ സഹിതം. ഈ ഒരു കേസ് ഏത് കോടതിയിൽ പോയാലും ഇറാന് അനുകൂലമായിട്ടേ വിധി വരാൻ സാധ്യതയുള്ളൂ. കാരണം അതിന്റെ ഡെഡ് ലൈൻ എത്തിക്കഴിഞ്ഞു. ഇനിയും മാർച്ച് ഏപ്രിൽ എന്ന് പറയുമ്പോൾ ഏകദേശം 3-4 മാസമേ ഉള്ളൂ. അതിനുള്ളിൽ ഈ ഒരു പൈപ്പ് ലൈൻ പണി പൂർത്തിയാവില്ല എന്നും ഇറാൻ പറയുന്നുണ്ട്. സോ 18 ബില്യൺ അമേരിക്കൻ ഡോളർ പാകിസ്ഥാൻ ഇറാന് കൊടുക്കണമെന്ന് പറയുമ്പോൾ പാകിസ്ഥാനിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ 1 ബില്യൺ അമേരിക്കൻ ഡോളർ തികച്ചെടുക്കാനുണ്ടോ എന്നത് സംശയം തന്നെയാണ്. ഇതിൽ 18 ബില്യൺ അമേരിക്കൻ ഡോളർ എവിടെ നിന്നും എടുക്കും, ആര് കൊടുക്കും? സോ ഈ 18 ബില്യൺ അമേരിക്കൻ ഡോളർ എന്നത് പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമായി മാറും. ഇപ്പോൾ ഇറാൻ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, പാകിസ്ഥാൻ ഞങ്ങൾക്കെതിരെ വീണ്ടും ആക്രമണം നടത്തി, അതുകൊണ്ട് ഞങ്ങളുടെ ബോർഡറിൽ ഞങ്ങളൊരു എക്സസൈസ് ചെയ്യാൻ പോകുന്നു, ഞങ്ങളുടെ വ്യോമസേന വെച്ച് എക്സസൈസ് ആരംഭിക്കും, അതും ഞങ്ങളുടെ ബോർഡറിൽ തന്നെ ചെയ്യാൻ പോകുന്നു എന്നും പറഞ്ഞ് ഡിഫൻഡർ ഓഫ് വേരിയൻ സ്കൈസ് 1402 എന്ന ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇതോടെ മാത്രം അവസാനിക്കുന്നില്ല. ഇറാൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ കരസേനയെ വെച്ചും ഒരു ഡ്രിൽ ചെയ്യാൻ പോകുന്നു എന്ന്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറാൻ എന്തോ വലുതായി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതേപോലെ ഒരു സൈനിക ഡ്രിൽ റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് റഷ്യയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻ ആണെന്നും പറഞ്ഞ് അവരുടെ സൈനികരെയെല്ലാം റഷ്യ ഉക്രൈനിലേക്ക് അയച്ചുവിടുകയാണ് ഉണ്ടായത്. ഇതേപോലെ ഒരു സ്ട്രാറ്റജി ഇറാൻ ഫോളോ ചെയ്യുകയാണോ?
നോക്കാം. എന്ത് തന്നെയായാലും ഉത്തരം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ലഭിക്കും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റായി ചേർക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.